രാവിലെ തന്നെ നമ്മളൊരു യാത്ര പോവുകയാണ് കൂട്ടുകാരെ. അപ്പോൾ എങ്ങോട്ടാണെന്ന് പറയുന്നില്ല, കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. അപ്പോൾ ഇവിടെ കയറാനുള്ള പാസ് നമ്മളെടുത്ത് ഇനി കുറച്ച് നേരം നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ കാത്തിരുന്ന് നമുക്ക് കുറേ സമ്മാനവും കിട്ടി. ഞാൻ സമ്മാനം പോയി വാങ്ങിത്തരാം. എന്നാൽ പിന്നെ വേഗം വീട്ടിൽ പോയിട്ട് ബാക്കി പറഞ്ഞാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ചോദ്യം ചോദിക്കാം. നമ്മുടെ ശരീരത്തിൽ നമ്മൾ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ വളരാത്തൊരു അവയവം. അപ്പോൾ അറിയുന്നവർ അറിയാത്തവർക്ക് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കുമ്പോൾ അയാളെ പറ്റിയല്ല, ഇന്ന് ഞാൻ സംസാരിക്കുമ്പോൾ നമ്മുടെ മുടി സാറെ പറ്റിയാണ്. ഹെയർ ക്ലാസ്സുകളിൽ ഇമ്മാതിരി മുടിയുള്ളത് കൊണ്ട് നമുക്കൊരു പഠിപ്പി പരിവേഷം പലപ്പോഴും കിട്ടാറുണ്ട്. പക്ഷെ നമുക്ക് ഈ പഠിപ്പ് പരിവേഷം വല്ലാണ്ട് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ നമ്മളെന്ത് ചെയ്യും, ബാർബർ ഷോപ്പിൽ പോയിട്ട് ബയ്യനോട് പറയും, ബയ്യ നമുക്ക് ഈ മുടിയുടെ ഷേപ്പ് ഒന്ന് മാറ്റി തരാൻ പറ്റും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒപ്പിക്കും. അപ്പം ബയ്യ പറയും, മോനെ ഒന്നെങ്കിൽ 1 സൈഡ് അല്ലെങ്കിൽ 2 സൈഡ്, ഇതല്ലാതെ ഈ മുടിയിലൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ബയ്യ പറഞ്ഞിട്ട് 1 സൈഡോ 2 സൈഡോ അടിച്ച് മുടി നീട്ടി വളർത്തി ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ഇട്ട് വീട്ടിലോട്ട് വരും. പിന്നീട് സംഭവിക്കാൻ പോകുന്നത് എന്താ, കുറച്ച് നീളം വയ്ക്കുമ്പോൾ ഇതേപോലെ ഇത് കണ്ണിക്ക് വരും, ചൊറിയും, കണ്ണ് ഇതേപോലെ ഇന്ന് ചുവന്ന പോലെ ചുവക്കും. പിന്നെ നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോകേണ്ടി വരും. ഇതൊരു സ്ഥിരം പല്ലവിയാണ്. ക്ലാസ്സിൽ പലപ്പോഴും ഈ മുടിയുള്ളതുകൊണ്ട് കൂട്ടുകാർ ചിലപ്പോൾ നമ്മളെ ടിൻറ്റുമോനെ എന്നൊക്കെ വിളിക്കും. പിന്നെ ടിൻറ്റുമോനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് നമുക്കത് കുഴപ്പമില്ല. പിന്നെ ആകെ ഈ മുടി കൊണ്ടുള്ള ഞാൻ കണ്ടുള്ള ഏറ്റവും വലിയ ഗുണം, നമുക്ക് ഇവനെ ഒന്ന് നേരെ നിർത്താൻ വേറൊരു തെണ്ടിടിയും ആവശ്യമില്ല. ഇപ്പൊ എങ്ങനെ കിടന്നാലും ഈ 2 കൈ വെച്ച് ഒന്നിങ്ങനെ അയക്കാൻ ഇവൻ പഴയ പൊസിഷനോട്ട് പോകും. അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് രാവിലെ തന്നെ ഉണ്ടായ കുറെ വിശേഷങ്ങൾ. അപ്പൊ ഞാനിത് പറഞ്ഞത് കണ്ടപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരൻ ഓർമ്മ വന്നിട്ടുണ്ടാവില്ലേ. അപ്പൊ അവനെ മറക്കാതെ അയച്ചു കൊടുക്കാം. അപ്പോൾ പിന്നെ കാണാം. ബൈ.